അൺബോക്സിംഗ് ഡ്യൂഡ് യൂട്യൂബറാണ്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാമായിരിക്കും ഈ ഒരു അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് പറയുന്ന വ്യക്തിയെ. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രവേഴ്സികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം കല്യാണത്തിന് ഈ ഓൺലൈൻ മീഡിയകൾ വന്നൊക്കെ നല്ല രീതിയിൽ കൊളമാക്കി എന്ന് ആ വ്യക്തി കല്യാണം കഴിച്ച പെൺകുട്ടിയും ഒക്കെ കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയുടെ ടൈറ്റിലൊക്കെ ഇങ്ങനെയായിരുന്നു: മുസ്ലിം ആണോ, നിക്കാഹ് മഹർ തട്ടമിട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. 3 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പം അതിനകത്ത് അവരുടെ ഈ ഒരു മെഹർ കൊടുത്തതിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഓൺലൈൻ മീഡിയയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് നെഗറ്റീവ് സൈഡിലൂടെ ഒക്കെ പോർട്രേറ്റ് ചെയ്തു. നല്ല രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദിനെയൊക്കെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഏറിക്കയറ്റി. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കഥകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത് അങ്ങോട്ട് റിയാക്ട് ചെയ്യാനോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയില്ല. കാരണം ഓൺലൈൻ മീഡിയാസിന്റെ കയ്യിൽ തെറ്റുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാനും കൂടെ പോയി മറ്റേ വലിച്ചു കീറണ്ട എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞു. പക്ഷെ ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഓൺലൈൻ മീഡിയാസിന്റെ തെറ്റുണ്ട്. പോട്ടെ, ഇന്നലെ ഇവര് വീണ്ടും ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടപ്പോഴാണ് എന്നാ പിന്നെ ഈ ഒരു വിഷയം ഇനി റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കാനുള്ള ഒരു കാരണം വേറൊന്നും കൊണ്ടല്ല. ഓൾറെഡി ഓൺലൈൻ മീഡിയാസിനെ കാണിച്ച ഈ ഒരു വൃത്തികേട് ഇവരൊരു വീഡിയോ ഇട്ട് പറഞ്ഞു. നല്ല രീതിയിൽ ഓൺലൈൻ മീഡിയാസിനെയൊക്കെ വലിച്ചു കീറി കുറെ പേര് ഓൺലൈൻ മീഡിയാസിനെ തെറി പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സപ്പോർട്ടും കൊടുത്തിട്ട് ഞാനും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരു കാര്യത്തിൽ. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. എന്നാൽ രണ്ടാമത് ഇവരിപ്പോ ഒരു വീഡിയോ ഇട്ടു. ഞങ്ങളുടെ നിക്കാഹിന് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു തംബ്നെയിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ തംബ്നെയിലൊക്കെ കണ്ടില്ലേ, ഈ ഓൺലൈൻ മീഡിയാസ് ഒരു ബൈറ്റ് ചോദിക്കുന്ന ഒരു ഫോട്ടോയൊക്കെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഇവർ ഓൾറെഡി ഈ ഒരു വിഷയം സംസാരിച്ചു കഴിഞ്ഞു, വീണ്ടും ഇവരെന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് ആദ്യമേ തോന്നി. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ലൈക്ക് ഇവരെ തന്നെ സപ്പോർട്ട് ചെയ്യണം, ഒരു പരിധി വരെ ഇവരെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഒരു പോർഷൻ ഞാൻ ഒന്നുകിൽ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിൽ തന്നെ ഒന്ന് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് കാണിച്ചു തരാം. ഒരു പോർഷനിൽ വളരെ മോശമായിട്ട്, അത് ഏത് ചാനലിലെ ക്യാമറമാൻ ആണെന്നോ എനിക്കറിയില്ല, പക്ഷെ വളരെ മോശമായിട്ട് ഈ ഒരു ഡൂഡിനോട് ഒരു കാര്യം പറയുന്നത് കേട്ടു. ഞാൻ ലിറ്ററലി അത് കേട്ടപ്പോഴത്തേക്കും വാ പൊളിച്ചു പോയെന്ന്. കാരണം അവൻ മണവാളനാ, അവനോടാ പറയുന്നത് എടാ മോനെ ഒന്ന് മാറി നിൽക്കടാന്നൊക്കെ. എന്ത് ഡയലോഗാന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2 മിനിറ്റ് ആലോചിച്ച് നോക്കി. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ആദ്യമേ നമുക്ക് ഈ വീഡിയോ ഇവർ ഇന്നലെ വന്ന ആ വീഡിയോ കുറച്ച് പോർഷൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നിട്ട് ബാക്കി. ഓക്കെ, അവിടെ തന്നെ ആ പെൺകുട്ടിയുടെ ഒരു എൻട്രി ആണ്. ആ സമയത്ത് ആ പെൺകുട്ടി പറയുന്നത് കേട്ടല്ലോ, ഒന്ന് ഒതുങ്ങി നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. അത് ഇവരുടെ ഈ കൂടെ നടക്കുന്ന ഫാമിലി മെമ്പേഴ്സ് കാണും. അതിന്റെ 2ന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഓൺലൈൻ മീഡിയാസും കാണും. ഈ വരുന്ന വരവൊക്കെ എൻട്രി ആ സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി അറിയാം നല്ല തിരക്കായിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഇച്ചിരി ഗ്യാപ്പ് താന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കല്യാണമാണ്, അവർക്ക് ഇച്ചിരി നമ്മളൊരു അവരുടെ ഫ്രീഡത്തിന് അവരെ വിടണം എന്നുള്ളൊരു കാര്യമുണ്ട്. അവർ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഏതൊരു വ്യക്തിയാണെങ്കിലും. ബാക്കി ആ ക്യാമറയും കൊണ്ട് അവിടെ നിൽക്കുന്ന ആ ചുറ്റും നിങ്ങൾ കണ്ടല്ലോ, ആ പെൺകുട്ടി കയറി വരുമ്പോഴത്തേക്ക് ആ ചുറ്റും നിൽക്കുന്നത് കംപ്ലീറ്റ്ലി ഓൺലൈൻ മീഡിയക്കാരാണ്. മനസ്സിലായില്ല? അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ 1-2 ഓൺലൈൻ മീഡിയ അല്ല ഉള്ളത്, ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു ചാനലിനെ മാത്രം എടുത്തു വെച്ച് തെറി പറയുന്നത് ഞാൻ കണ്ടു. ഇവിടെ നീലക്കുയിൽ മാത്രമൊന്നും അല്ല അവിടെ ഉള്ളത്, അവിടെ വേറെ ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഓരോ ആൾക്കാരെ എടുത്തു വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ഏത് ചാനലിന്റെ ആളാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് ഇവിടെ പറയാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അത് നീലക്കുയിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് ചാനലുകാരുണ്ട് അവിടെ. ഒരുപാട് ചെറിയ ചാനൽ തൊട്ട് അത്യാവശ്യം നല്ല ടോപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചാനൽസ് വരെ അവിടെ ഉണ്ട്. ഓൺലൈൻ മീഡിയയുടെ കേസിലാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ അവിടെ അത്രയും പേര്, ആ ഒരു ക്യാമറയും കൊണ്ട് അത്രയും പേര് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ പെൺകുട്ടിയുടെയും ഈ പയ്യന്റെയും പാരന്റ്സിന് സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവര് വിളിച്ചിരിക്കുന്ന ഗസ്റ്റിന്, ഫ്രണ്ടിൽ ഇരിക്കുന്ന ഗസ്റ്റിന് പ്രോപ്പർ ആയിട്ട് ഈ ഒരു നിക്കാഹ് കാണാൻ പറ്റില്ല.
അത് വലിയ 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 ഒരു പ്രശ്നം തന്നെയാണ്. ഈ ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, കാണാൻ പറ്റത്തില്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ആദ്യമേ തന്നെ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ ബൗൺസേഴ്സ്, ഇപ്പം ബൗൺസേഴ്സോ ഇല്ലെങ്കിൽ ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാരെ ആണെങ്കിലും ആരെയെങ്കിലും ഒരാളെ ഏൽപ്പിക്കുക, ആ കല്യാണ മണ്ഡപത്തിന്റെ ഫ്രണ്ടിലോട്ട് കയറുന്നവിടെ നിൽക്കുക. എന്നിട്ട് ഒരു മീഡിയക്കാര് നിങ്ങൾക്ക് താല്പര്യമില്ല ഓൺലൈൻ മീഡിയാസ് അത് നിങ്ങളുടെ സാധനങ്ങൾ വരണോ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ പറയുക, എടുക്കാൻ പറ്റത്തില്ല മാറിക്കോ എന്ന് നിങ്ങൾ വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു മീഡിയക്കാരനാണെങ്കിലും പോകും. ആട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും പോകും, അവിടെ നിൽക്കില്ല. മനസ്സിലായില്ല, നിൽക്കില്ല അവിടെ. നിങ്ങളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണില്ല അവരുടെ. അതുകൊണ്ടാണ് അവിടെ കിടന്ന് ഇടിയും ബഹളവും നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയത്. നിങ്ങൾ ആദ്യമേ അത് നിർത്തണമായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ബാക്കി ഇതെന്താ സംഗതി എന്നറിയാവോ? ഓൺലൈൻ മീഡിയാസിനെ ബൈറ്റ് കൊടുക്കുന്നതാണ്. അതായത് ഓൺലൈൻ മീഡിയക്കാരാണോ നിൽക്കുന്നതല്ല, അവരെല്ലാം ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ പ്രണയ വിവാഹമാണോ, അതാണോ, ഇതാണോ, മാങ്ങയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവര് മറുപടി കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോ ഈ കണ്ട പോർഷൻ. നിങ്ങൾക്ക് ഇവരിപ്പോ ഈ രണ്ടാമത്തെ 2 വീഡിയോ ഇട്ടു. ഈ 2 വീഡിയോയിലും ഓൺലൈൻ മീഡിയക്കാരെയൊക്കെ കുറ്റം പറയുന്നുണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവരെ വിളിച്ചു നിർത്തിയപ്പം നിന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ ബൈറ്റ് ഒക്കെ കൊടുത്തത്? എന്തിനു നിങ്ങൾ കൊടുത്തു? നിങ്ങൾക്ക് പറയായിരുന്നല്ലോ എനിക്ക് താല്പര്യമില്ല, ഞങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, പോവുക എന്ന് പറഞ്ഞു വിടായിരുന്നല്ലോ. എന്തുകൊണ്ടാ ചെയ്യാഞ്ഞത്? ഇന്നലെ സൺഡേ, ഇന്നലെ ആയിട്ട് നമ്മുടെ ജയറാമേട്ടന്റെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു. ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് എനിക്കൊന്ന് റിസപ്ഷനെ ഓൺലൈൻ മീഡിയാസിനെ ഒന്നും കണ്ടില്ല. ചിലപ്പോൾ പറഞ്ഞു കാണും, ചിലപ്പോൾ അകത്തോട്ട് കയറ്റി കാണത്തില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ജയറാമേട്ടന്റെ മോളുടെ കല്യാണത്തിന്, ചക്കിയുടെ കല്യാണത്തിന് തൃശ്ശൂരില് ലുലു ഉണ്ട്. ലുലുവിൽ വെച്ചിട്ടായിരുന്നു, ലുലുവിന്റെ ഹയത്ത് അവിടെ വെച്ചിട്ടായിരുന്നു ഈ പരിപാടികൾ. ആഫ്റ്റർ മാരേജ് ഇവരുടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടുള്ള താലികെട്ടൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ ലാലേട്ടൻ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. മനസ്സിലായില്ലേ? അവിടെ ഓൺലൈൻ മീഡിയക്കാർക്ക് എൻട്രി ഇല്ലായിരുന്നു, തീരെ എൻട്രി ഇല്ലായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഓപ്പണായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഞാൻ ആ ഒരു കല്യാണം കൂടിയ ഒരാളാണ്. എനിക്കൊക്കെ അകത്ത് കയറാനുള്ള ഒരു എൻട്രി ഉണ്ടായിരുന്നു, നമുക്ക് അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊക്കെ അകത്ത് കയറിയ ഒരാളാണ്. പക്ഷെ ഒരുപാട് മീഡിയക്കാർ, ഓൺലൈൻ മീഡിയക്കാരെ അകത്ത് കയറ്റാതെ പുറത്ത് നിർത്തിയത് എനിക്കറിയാം. അതുപോലെ ചെയ്യണമായിരുന്നു ഇവരും. എന്തിനായിരുന്നു എല്ലാവരെയും കൂടെ ബാബ എന്നിട്ട് എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്നിട്ട് കഥ പറയുക? ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് അവർക്ക് ബൈറ്റ് കൊടുക്കുക, എന്നിട്ട് മാറി ഇരുന്നിട്ട് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. നീയൊക്കെ ഇറങ്ങി പോവുക, ഇവിടെ നിങ്ങളെ വിളിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ട് പോകണമെങ്കിൽ പോവുക എന്നുള്ളൊരു കാര്യം പറയായിരുന്നു, മാന്യമായിട്ട് പറയായിരുന്നു. ഞാൻ മറ്റേ ചൂടായി പറയണമെന്നല്ല, മാന്യമായിട്ട് നിങ്ങൾക്ക് പറയായിരുന്നു. ഇത് അവർക്ക് ബൈറ്റും കൊടുത്തിട്ട് പിന്നെ വന്ന് അവരുടെ നാളെ കുറ്റം പറയുന്നതിനകത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും ഓൺലൈൻ മീഡിയ ചേട്ടന്മാരെ ചെയ്തത് കുറച്ച് ബോറായി പോയി. പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു ബിരുദൻ കാണിച്ചൊരു പരിപാടിയുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ബാക്കിയും കൂടെ ക്ലിപ്പ് കാണുക. ഫോട്ടോ സെക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോലെ രാവിലെ 3:30 എണീറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഫോട്ടോസിനൊക്കെ വന്നു. അപ്പൊ ലൈക്ക് ഭയങ്കര ചൂട്. കല്യാണം കഴിച്ച ഒരു എക്സ്പീരിയൻസിൽ പറയാണ്. ഇപ്പൊ 3-4 മണിക്കൂറായില്ല കല്യാണം കഴിഞ്ഞിട്ട്. ഇന്റിമേറ്റ് വെഡിങ് ആക്കുക ഒരിക്കലും ഞങ്ങൾക്ക് ഇന്റിമേറ്റ് വെഡിങ് നടത്തണം ആഗ്രഹം ഉണ്ടായി. പക്ഷെ പാരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ കാലങ്ങൾ കുറെ സമ്മതിച്ചു, കുറെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ ഫെയിൽഡ് ആയിപ്പോയി. നടന്നില്ല. നിങ്ങളുടെ ലൈഫിൽ മാരേജ് ഉണ്ടെങ്കിൽ അവർ ഈ ഒരു കാര്യം പറയണമെങ്കിൽ അവർക്ക് അത്രയ്ക്കും അടുത്ത് കാണും. മനസ്സിലായില്ലേ? 3:30 രാവിലെ എണീറ്റ് മേക്കപ്പ് ഒക്കെ ഇട്ട് ഈ പരിപാടി ഹാളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒന്നാമത് അവരുടെ കസിൻസും അവരെ ക്ഷണിച്ചിരിക്കുന്ന ആളുകളും, അത് കൂടാതെ ഈ ഓൺലൈൻ മീഡിയക്കാരും ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാകാം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായ ആ ഒരു സെക്കൻഡിൽ നിങ്ങൾ അവിടെ പറയണമായിരുന്നു, ഓൺലൈൻ മീഡിയക്കാര് പുറത്തേക്ക് പോവുക, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾ പറയണമായിരുന്നു. നേരെ മറിച്ച് അപ്പോഴൊന്നും മിണ്ടാതെ അവർക്ക് ബൈറ്റും കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ഇരുന്നിട്ട് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നതിനകത്ത് യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അവിടെ വെച്ച് പറയണമായിരുന്നേ, അവിടെ വെച്ച് നിങ്ങൾ പറയണമായിരുന്നു. അതൊക്കെ പോട്ടെ. ഇനി ഇപ്പൊ ഇവിടെ ഒരു പരിപാടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു രീതി ഏതവനാ ചെയ്തെങ്കിലും എന്റെ പൊന്നു മോനെ, നീയൊക്കെ കാരണം ബാക്കിയുള്ള ഓൺലൈൻ മീഡിയക്കാർക്ക് കൂടെയും പണിയാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ ഇതൊന്ന് കണ്ടേ. കല്യാണച്ചക്കനോടാണ് ആ വീഡിയോ എടുക്കുന്നവൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയക്കാരനെ ഏതോ ഒരുത്തനാ
അല്ലാതെ അവരുടെ ഒരു ക്യാമറാമാൻ ആയിരുന്നെങ്കിൽ അതിന്റെ ഫ്രണ്ട് നിന്നിട്ട് വല്ലതും പോയി ഇവര് ഏർപ്പാടാക്കിയ ക്യാമറാമാൻ ആണെങ്കിൽ ഫ്രണ്ട് നിന്നിട്ട് എടുക്കുകയോ എന്തെങ്കിലും ചെയ്തേനെ. ഇല്ലെങ്കിൽ ഒരിക്കലും ഡ്യൂഡിന്റെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടില്ലേ, അവന് എന്ത് പറയണമെന്നറിയാതെ ഒരു പുച്ഛം. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഏതോ ഒരു മീഡിയക്കാരൻ പയ്യനാണ് ആ പറഞ്ഞിരിക്കുന്നത്, ബ്രോ ഒന്ന് മാറി നിൽക്കുവോ, ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുവോ. അത് എനിക്ക് ഏതവനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണ ചെറുക്കൻ പെണ്ണിനെ കാറിലേക്ക് കയറ്റുമ്പോ ആ ചെറുക്കനോട് പറയാണ് മാറി നിൽക്കാൻ. എന്താണ് ആ പറഞ്ഞവനെ നമ്മൾ പറയേണ്ടത്? നിങ്ങൾ പറ, എനിക്കൊന്നും പറയാനില്ല അവനെ. അപ്പൊ ഇവനെ പോലുള്ള ഓൺലൈൻ മീഡിയക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കും ചീത്തപ്പേരുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ലൈക്ക് ഓൺലൈൻ മീഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. ഒരുപാട് ആളുകൾ അവരെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറെ പേരിരുന്ന് തെറി പറയാറുണ്ട് അവരെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവരെ പ്രത്യേകിച്ച് ക്ഷണിച്ച് ബൈറ്റ് കൊടുത്ത് കല്യാണത്തിന് വിളിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഓൺലൈൻ മീഡിയയിൽ ഇടണം, നിങ്ങളുടെ ചാനൽസിൽ ഇടണം എന്ന് പറയുന്ന ആൾക്കാരെ വരെ എനിക്കറിയാം. അങ്ങനെയുണ്ട് ഇവിടെ. ചിലവർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട്. ഇഷ്ടമല്ലാത്തവർ അവരെ കേറ്റരുത്. നിങ്ങൾ കേറണ്ട എന്ന് മുഖത്ത് നോക്കി പറയുക, ഒരു കുഴപ്പമില്ല. അവർ പുറത്തു നിന്ന് അവരുടെ ബൈറ്റ് എടുത്തിട്ട് അവരുടെ ചെറിയ എന്തെങ്കിലും ക്ലിപ്പ് എടുത്തിട്ട് അവർ പൊയ്ക്കോളും. മനസ്സിലായില്ലേ? ഇത് എല്ലാം തുറന്നിട്ടിട്ട് അവരെ വിളിച്ച് അകത്തോട്ട് കയറ്റിയിട്ട് പിന്നെ നാളെ വന്നിട്ടിരുന്ന് അവരെ തെറി പറയുന്നതിനകത്ത് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു ചാനലിനെ മാത്രമായിട്ട് നിങ്ങൾ തെറി പറയരുത്. ഇവിടെ ഒരുപാട് ചാനലുണ്ട്. എൻ്റെ അറിവിൽ ഒരു 100-200 ചാനലിന് മേളിലുണ്ട്. മെയിൻ സ്ട്രീം മെയിൻ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു 100-200 ചാനലെങ്കിലും ഉണ്ട്, എനിക്കറിയാവുന്ന. മനസ്സിലായില്ലേ? 130-130 മേളിലുണ്ട്. അപ്പം ഒരു ചാനലിനെ മാത്രമായിട്ട് നമ്മൾ തരിക, അല്ലെങ്കിൽ ഒരു ചാനലിന്റെ ഭാഗത്തുനിന്ന് മാത്രം എന്തെങ്കിലും വൃത്തിയോട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഇവരുടെ ഈ ഒരു വിഷയത്തിലൊന്നും ഒരു ചാനലിനെ മാത്രമായിട്ടല്ല നമ്മൾ പറയേണ്ട, മൊത്തത്തിൽ അടച്ചു തുപ്പണം. അതാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.